ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 13 ഇന്ത്യക്കാർ സുരക്ഷിതർ. കേരളത്തിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിലെ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. 2 വർഷത്തിനിടെ 50 ലക്ഷത്തിലധികം പുരപ്പുര സൗരോർജ്ജ പാനലുകൾ എന്ന ചരിത്ര നേട്ടവുമായി PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ലോക അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 3ാം ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്നലെ സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളിലും നടപടികൾ ഇന്നലെ തടസ്സപ്പെട്ടു. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടലിൽ മുങ്ങിയ MSV ഫൈസ് ന്യൂറി ഒലിയ എന്ന കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൗരന്മാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ നിർണായക സഹായം നൽകിയ യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള ഗതാഗതത്തിന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഇന്നും മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. മഴയുടെ ശക്തി ഇന്നലത്തേതിനേക്കാൾ കുറയുമെങ്കിലും സംസ്ഥാനത്ത് ഉടനീളം ഇന്നും ശക്തമായ മഴ ലഭിക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 9 ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതികളിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. കനത്ത മഴയിൽ തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് മന്ത്രി PK ബഷീർ. PWDക്ക് 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം അറിയിച്ചു. പൊതുജനങ്ങൾക്ക് വേഗത്തിലുള്ള സഹായം ഉറപ്പാക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കും. റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കുന്നതിനായിരിക്കും മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞു. 2021-26 കാലയളവിൽ 36 രാജ്യങ്ങളിൽ നിന്നായി 274 കുറ്റവാളികളെ നാട്ടിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടാൻ 2018 ഫുജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് നടപ്പാക്കിയിരുന്നു. ഒളിവിൽ കഴിയുന്ന 401 കുറ്റവാളികൾക്കെതിരെ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെറും നാടകമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത്തരം നടപടികൾ കൊണ്ട് പാകിസ്ഥാന് യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കാനാവില്ല. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ നിരോധനവും ഭീഷണിയും ഉപയോഗിച്ചാണ് പാക് ഭരണകൂടം നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. पाकिस्तान अधिकृत कश्मीर में यह तथाकथित चुनाव पूरी तरह से एक दिखावा है। वास्तविक स्थिति तो वहां हो रहे जन प्रदर्शन और पाकिस्तानी बलों द्वारा की जा रही निर्मम हत्याओं की है। इस वर्ष जून से अब तक वहां जन प्रदर्शन जो चल रहा है उसमें 90 लोग मारे गए हैं और कई एक अन्य में घायल हुए हैं। पाकिस्तान की सत्ता व्यवस्था ने जनता के असंतोष का जवाब गोली से, संचार बंदी से, धमकी से और दमन से दिया है। इसके लिए उसे जवाबदेह ठहराया जाना चाहिए.
ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ 13ാമത് യോഗവും 3ാമത് ഉന്നത ഉദ്യോഗസ്ഥ യോഗവും ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആരംഭിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുക്കും. ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യ വികസനം എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിക്കുന്നത്. RBI 6-അംഗ ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗം തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. ജൂലൈ 1 മുതൽ 30 വരെയായിരുന്നു ഒന്നാം ഘട്ടം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം സമർപ്പിക്കാനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ജൂൺ 16 മുതൽ 30 വരെ ലഭ്യമാക്കിയിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എന്യൂമറേറ്റർമാർ ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ HLO മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത്. സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം പോർട്ടൽ വഴി പ്രവർത്തനങ്ങളെല്ലാം തത്സമയം നിരീക്ഷിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. acc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 19 പ്രസിദ്ധീകരിക്കും. രാജ്യത്തെ ഗാർഹിക ഊർജ്ജ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചരിത്ര നേട്ടം കുറിച്ചു. വെറും 2 വർഷത്തിനുള്ളിൽ 50 ലക്ഷത്തിലധികം പുരപ്പുറ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച നേട്ടമാണ് പദ്ധതി കൈവരിച്ചത്. വിശദാംശങ്ങളിലേക്ക്. 75,021 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതത്തോടെ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുരപ്പുറ സൌരോർജ്ജ പദ്ധതികളിലൊന്നാണ്. ജൂലൈ മാസത്തിൽ മാത്രം 5,06,000 കുടുംബങ്ങൾക്ക് സോളാർ പാനലുകൾ സ്ഥാപിച്ചു. ഇതുവരെ 14.8 ജിഗാവാട്ട് പുരപ്പുറ സൌരോർജ്ജ ശേഷിയാണ് പ്രവർത്തനക്ഷമമാക്കിയത്. 20,824 കോടി രൂപ സബ്സിഡി നൽകിയതോടെ 19 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് തുകരഹിത വൈദ്യുതി ബില്ലുകളാണ് ലഭിക്കുന്നത്. 12 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് മിച്ചമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് തിരികെ നൽകിയതിലൂടെ 421 കോടി രൂപ സമാഹരിക്കാനായി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് അമേരിക്കയിലെ ഓറിഗണിൽ ഇന്ന് തുടക്കമാകും. ഈ മാസം 9 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 147 രാജ്യങ്ങളിൽ നിന്നായി 1800-ലധികം അത്ലറ്റുകൾ മാറ്റുരയ്ക്കും. 23 പുരുഷന്മാരും 13 വനിതകളുമടക്കം 36-അംഗ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീമാണ് ഇന്ത്യയ്ക്കായി ഇറങ്ങുന്നത്. ടെന്നീസിൽ സെറീന വീനസ് വില്യംസ് സഖ്യം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഈ മാസം 11 മുതൽ 23 വരെ ഒഹായോയിൽ നടക്കുന്ന സിൻസിനാറ്റി ഓപ്പണിലേക്ക് സഹോദരിമാർക്ക് വൈൽഡ് കാർഡ് എൻട്രി ലഭിച്ചു. 2022 US ഓപ്പണിന് ശേഷം ഇരുവരും ഒരുമിക്കുന്ന ആദ്യ ടൂർണമെന്റാകും ഇത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക പരിപാടിയിൽ ആവശ്യകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGov പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം സംരംഭത്തിന് കീഴിലെ യുവസംഗമം 7ാം ഘട്ടത്തിന്റെ ഓൺലൈൻ രജിസ്ട്രേഷന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തുടക്കം കുറിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, NSS, NYKS സന്നദ്ധ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ 18-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് ഔദ്യോഗിക പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം. കേരളത്തിൽ ഈ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് IIT പാലക്കാടാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നീറ്റ് UG കൌൺസിലിംഗ് 2026 ഒന്നാം ഘട്ട രജിസ്ട്രേഷൻ മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി ഇന്ന് ആരംഭിക്കും. ഔദ്യോഗിക സമയക്രമം അനുസരിച്ച് നാളെ മുതൽ ഈ മാസം 12 ഉച്ചയ്ക്ക് 3 മണി വരെ അപേക്ഷിക്കാം. ഈ മാസം 13 മുതൽ 16 വരെ സീറ്റ് വിഭജന പ്രക്രിയ നടക്കും. തുടർന്ന് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് ഫലം 17 പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. 13 ഇന്ത്യക്കാർ സുരക്ഷിതർ. കേരളത്തിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിലെ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം.
2 വർഷത്തിനിടെ 50 ലക്ഷത്തിലധികം പുരപ്പുര സൗരോർജ്ജ പാനലുകൾ എന്ന ചരിത്ര നേട്ടവുമായി PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ലോക അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.